മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണം നീളുന്നതിനിടെ ഏക്നാഥ് ഷിൻഡെയെ അനുനയിപ്പിക്കാൻ ബി.ജെ.പിയുടെ ശ്രമം. ദേവേന്ദ്ര ഫഡ്നാവിസ് ഏക്നാഥ് ഷിൻഡെയുടെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന തരത്തിലുള്ള സൂചനയാണ് ഷിൻഡെയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ലഭിച്ചിരുന്നത്. ഇപ്പോൾ നടന്ന ചർച്ചയുടെ ഫലം എന്താണ് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ടോ ബി.ജെ.പി? ഷിൻഡെ ഈ വിഷയത്തിൽ, അതായത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന വിഷയത്തിൽ ഇതുവരെ പരസ്യമായ ഒരു നിലപാടും എടുത്തിട്ടില്ല. ബി.ജെ.പി സ്വീകരിക്കുന്ന ഏത് നിലപാടും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണെന്നാണ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായാലും അംഗീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാര്യത്തിൽ ഷിൻഡെക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് ഷിൻഡെ വിഭാഗം ശിവസേന നൽകുന്ന സൂചന. അതിനിടയിലാണ് അദ്ദേഹം 2 ദിവസമായി അസുഖബാധിതനായിരുന്നതും ഇന്ന് രാവിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോവുകയും ചെയ്തത്. ഉച്ചതിരിഞ്ഞ് അദ്ദേഹം ഡിസ്ചാർജ് ആവുകയും വീട്ടിലെത്തുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് ഇന്ന് ഷിൻഡെയെ കണ്ടത് വൈകിട്ട്. സ്വാഭാവികമായും മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചർച്ചയായിട്ടുണ്ട്. മറ്റന്നാളാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിട്ടുണ്ട്. നാളെ ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി യോഗം മുംബൈയിൽ ചേരുന്നുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമനും മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റൂപാണിയുമാണ് ബി.ജെ.പിയുടെ കേന്ദ്ര നിരീക്ഷകരായി യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ദേവേന്ദ്ര ഫഡ്നാവിസിനെ നേതാവായി തെരഞ്ഞെടുത്തേക്കും എന്ന സൂചനയാണുള്ളത്. ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ സത്യപ്രതിജ്ഞ ചെയ്യും. അതേസമയം ഏക്നാഥ് ഷിൻഡെ ആഭ്യന്തര മന്ത്രാലയം വേണമെന്നുള്ളൊരു നിലപാട് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. ശരി, ബി.ജെ.പിയുടെ ശ്രമം എന്തായാലും തുടരുകയാണ്. സർക്കാർ രൂപീകരണം ആ രീതിയിൽ നീളുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സമാനമായ നീക്കങ്ങളും നടക്കുന്നു. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.